ഫിസിക്സ് ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. ക്യു ആൻഡ് എ സെക്ഷൻ്റെ ഒന്നാമത്തെ വീഡിയോ കണ്ട ശേഷം ഒരുപാട് കുട്ടികളും അധ്യാപകരുമൊക്കെ പ്രധാനപ്പെട്ട പാഠഭാഗങ്ങളുടെ ക്യു ആൻഡ് എ സെക്ഷൻ അല്ലെങ്കിൽ ക്യു ആൻഡ് എ ഡിസ്കഷൻ നടത്തണമെന്ന് പറയുകയുണ്ടായി. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും ക്യു ആൻഡ് എ സെക്ഷനുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. ഒന്നാമത്തെ ചോദ്യം, ദ ഫിഗർ ഓഫ് എ ജനറേറ്റർ ഈസ് ഗിവൺ. എ, വാട്ട് ഡു ദ പാർട്സ് എ എക്സ് എ റെപ്രസെൻറ്റ് ഇൻ ദ ഫിഗർ? ബി, വാട്ട്സ് ദ എനർജി ചേഞ്ച് ഒക്കേഴ്സ് ഇൻ സച്ച് എ ഡിവൈസ്? സി, വാട്ട്സ് ദ യൂസ് ഓഫ് പാർട്ട് വൈ ഇൻ ദ ഫിഗർ? ഇപ്പോൾ ഇത് ജനറേറ്ററിൻ്റെ ചിത്രമാണ് തന്നിട്ടുള്ളത്, ഘടനാചിത്രമാണ് തന്നിരിക്കുന്നത്. അതിൽ നിന്നും എക്സ് എന്ന് പറയുന്ന ഭാഗവും എ എന്ന് പറയുന്ന ഭാഗവും തിരിച്ചറിയാൻ വേണ്ടി പറയുന്നു. എക്സ് എന്ന് പറയുന്നത് എ എന്ന് പറയുന്ന ഭാഗം ആർമേച്ചറാണ്. ആർമേച്ചറിൽ ഉണ്ടാകുന്ന വൈദ്യുതിയെ ഈ റിങ് മുഖേനയാണ് പുറമേക്കുള്ള സർക്യൂട്ടിലേക്ക് എടുക്കുക. അപ്പോൾ ചിത്രത്തിൽ തന്നെ എക്സ് എന്ന് പറയുന്ന ഭാഗവുമായി ബന്ധിപ്പിച്ചുകൊണ്ട് താഴെ വൈ എന്ന് പറയുന്ന ഒരു ഭാഗം ചിത്രത്തിൽ കാണാൻ സാധിക്കും. അത് ബ്രഷാണ്. എക്സ് തുടർച്ചയായിട്ട് ആർമേച്ചർ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എക്സും തുടർച്ചയായി റൊട്ടേറ്റ് ചെയ്യുന്നു. അങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ആർമേച്ചറിൽ ഉൽപ്പാദിപ്പിക്കുന്ന ജനറേറ്റ് ചെയ്യുന്ന കറണ്ട് എക്സിലെത്തുകയും എക്സും ഈ കാർബൺ ബ്രഷും തമ്മിൽ ബന്ധിപ്പിച്ചിട്ടുണ്ട്, ടച്ച് ചെയ്തിരിക്കും. അപ്പോൾ എക്സ് തിരിയുന്നത് ഈ വൈയിൽ ടച്ച് ചെയ്തുകൊണ്ടാണ് എക്സ് തിരിയുക. അങ്ങനെ വൈ എന്ന് പറയുന്ന കാർബൺ ബ്രഷിലേക്ക് എത്തുന്ന വൈദ്യുതി അവിടെ നിന്ന് എക്സ്റ്റേണൽ സർക്യൂട്ടിലേക്ക് മാറ്റുകയും ചെയ്യുന്നു. തുടർച്ചയായി തിരിയുമ്പോൾ ഫ്രിക്ഷൻ മൂലം കാർബൺ ബ്രഷിന് തേയ്മാനം സംഭവിക്കും. അങ്ങനെ ബ്രഷ് ഒരുപാട് കഴിയുമ്പോൾ ബ്രഷ് ചേഞ്ച് ചെയ്യേണ്ട അവസ്ഥയും ഉണ്ടാവും. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് റിംഗ് ആണ്, എ എന്ന് പറയുന്നത് ആർമേച്ചറാണ്. വാട്ട് ഈസ് ദ എനർജി ചേഞ്ച് ഒക്കേഴ്സ്? അപ്പോൾ ജനറേറ്ററിലുള്ള എനർജി ചേഞ്ച് ആണ് ചോദിച്ചത്. ജനറേറ്ററിൻ്റെ ആർമേച്ചർ എക്സ്റ്റേണൽ ഫോഴ്സ് ഉപയോഗിച്ച് തിരിക്കുമ്പോഴാണ് ആർമേച്ചർ തിരികുകയും ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ വൈദ്യുത കാന്തിക പ്രേരണ തത്വം അനുസരിച്ച് അവിടെ EMF പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ എനർജി ചേഞ്ച് മെക്കാനിക്കൽ എനർജി ടു ഇലക്ട്രിക്കൽ എനർജിയാണ്. രണ്ടാമത്തെ ചോദ്യം, ദ ഫിഗർ ഷോസ് എ റെസിസ്റ്റർ ഗാൽവനോമീറ്റർ കണക്റ്റഡ് ടു എ 6 വോൾട്ട് ബാറ്ററി. ഒരു 6 വോൾട്ട് ബാറ്ററിയുമായി ഒരു ഗാൽവനോമീറ്ററും അതേപോലെ റെസിസ്റ്ററും കണക്ട് ചെയ്തിട്ടുണ്ട്. അവിടെ റെസിസ്റ്റർ R എന്ന് കൊടുത്തിട്ടില്ല. ആ ഗാൽവനോമീറ്ററിൻ്റെ ഇടതുഭാഗത്തുള്ളത് റെസിസ്റ്ററാണ്. എ, ഇൻ വാട്ട് വേ ദ ഇൻസ്ട്രുമെൻറ്റ്സ് ഗോട്ട് കണക്റ്റഡ് ഇൻ ദ സർക്യൂട്ട്? ബി, ഇൻ വിച്ച് ഡിറക്ഷൻ ഡസ് ദ ഗാൽവനോമീറ്റർ നീഡിൽ ഡിഫ്ലെക്ട്സ്? സി, if the battery is replaced by an AC source, what change may be observed? ആൻസർ നോക്കാം. എ, സീരീസ് കോമ്പിനേഷൻ. ഇവിടെ ബന്ധിപ്പിച്ചിരിക്കുന്നത് ശ്രേണി രൂപത്തിലാണ്. ബി, ഏത് ഡയറക്ഷനിലാണ് ഗാൽവനോമീറ്റർ നീഡിൽ ഡിഫ്ലക്റ്റ് ചെയ്യുക എന്നുള്ളത്? സിംഗിൾ ഡയറക്ഷൻ. മൂന്നാമത്തത്, ഇഫ് ദ ബാറ്ററി ഈസ് റീപ്ലേസ്ഡ് ബൈ AC സോഴ്സ്. ഇവിടെ ബാറ്ററിയാണ്, നമുക്കറിയാം ബാറ്ററി DC ആണ്. DCയുടെ AC-യുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സിംഗിൾ ഡയറക്ഷനാണ്, ഡയറക്ഷൻ ചേഞ്ച് ഇല്ല. അതുകൊണ്ട് ഗാൽവനോമീറ്ററിൻ്റെ നീഡിൽ എപ്പോഴും ഡിഫ്ലക്റ്റ് ചെയ്യുന്നത് സിംഗിൾ ഡയറക്ഷനിലായിരിക്കും. സി എന്ന് പറയുന്നത് AC നമ്മൾ മാറ്റുന്നു ഇൻസ്റ്റെഡ് ഓഫ് DC, ദെൻ ഡയറക്ഷൻ റിവേഴ്സ് കണ്ടിന്യൂസ്ലി. അപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഡയറക്ഷൻ കണ്ടിന്യൂസ് ആയിട്ട് മാറിക്കൊണ്ട് നിൽക്കും. Question 3. In our country, the frequency of AC produced for transmission is 50 Hz. What does it mean by frequency of an AC? In 1 second, how many times the direction of EMF change? അപ്പോൾ നമ്മുടെ രാജ്യത്ത് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ നടത്തുന്നത് 50 ഹെർട്സിലാണ് എന്ന് പറയുന്നുണ്ട്. വാട്ട് ഡസ് ഇറ്റ് മീൻ ബൈ ഫ്രീക്വൻസി ഓഫ് AC-യുടെ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻ 1 സെക്കൻഡ് ഹൗ മെനി ടൈംസ് ദ ഡയറക്ഷൻ ഓഫ് EMF ചേഞ്ച്? EMF ഒരു സെക്കൻഡിൽ എത്ര പ്രാവശ്യം ചേഞ്ച് ചെയ്യും എന്ന്. നമ്പർ ഓഫ് സൈക്കിൾസ് ഇൻ 1 സെക്കൻഡ്, അതിനെയാണ് നമ്മൾ ഫ്രീക്വൻസി എന്ന് പറയാം. ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന സൈക്കിളുകളുടെ എണ്ണം, അതാണ് ഫ്രീക്വൻസി.
ഇനി എത്ര പ്രാവശ്യം ഡിറക്ഷൻ ചേഞ്ച് ചെയ്യും എന്നുള്ളത്, 50 പ്രാവശ്യമാണ് ഡിറക്ഷൻ ചേഞ്ച് ചെയ്യുക. എ സി ആയതുകൊണ്ട് നമുക്കറിയാം ഒരു ഭ്രമണം പൂർത്തിയാക്കുമ്പോൾ എ സി 2 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഡിറക്ഷൻ മാറുന്നുണ്ട്. അപ്പോൾ അത് ടോട്ടൽ ഫ്രീക്വൻസി 50 ടൈംസ് ആണ് 50 ഹെർട്സ് ഫ്രീക്വൻസിക്ക് വേണ്ടി എടുക്കുക. അടുത്ത ചോദ്യം, ഒബ്സർവ് ദ ഫിഗേഴ്സ് ABC given below and answer the questions. സോളിനോയിഡ്, ബാർ മാഗ്നറ്റ് ആൻഡ് ഗാൽവനോമീറ്റേഴ്സ് ആർ ഗിവൺ. അപ്പോൾ 3 ചിത്രങ്ങൾ തന്നിരിക്കുന്നു. ഒന്നാമത്തെ ചിത്രം ചുറ്റുകളുടെ 10 ചുറ്റുകൾ എന്ന് തന്നിട്ടുണ്ട്. രണ്ടാമത്തേത് 5 ചുറ്റുകൾ എന്ന് തന്നിട്ടുണ്ട്. മൂന്നാമത്തെ ചിത്രത്തിൽ 5 ചുറ്റുകൾ തന്നെയാണ്. അപ്പോൾ ചിത്രങ്ങൾ തമ്മിലുള്ള വ്യത്യാസം, ഒന്നാമത്തെ ചിത്രത്തിലെ നമ്പർ ഓഫ് ടേൺസ് 10 ആണ്, രണ്ടാമത്തേൽ നമ്പർ ഓഫ് ടേൺസ് 5, മൂന്നാമത്തേലും 5 തന്നെ സെയിം ആണ്. പക്ഷെ 3ഉം 4ഉം തമ്മിലുള്ള 2ഉം 3ഉം തമ്മിലുള്ള വ്യത്യാസം അവിടെ മാഗ്നറ്റിൻ്റെ ഡിറക്ഷനിൽ മാറ്റമുണ്ട് എന്നുള്ളതാണ്. സൗത്ത് പോളാണ് സോളിനോഡിൻ്റെ അടുത്തേക്ക് വരുന്നത് ബിയിൽ, നോർത്ത് പോളാണ് സോളിനോഡിൻ്റെ അടുത്തേക്ക് വരുന്നത് സിയിൽ. ചോദ്യം എങ്ങനെയാണ്, ഇൻ വിച്ച് സോളിനോഡ് ദ ഇൻറ്റൻസിറ്റി ഓഫ് കറണ്ട് ഈസ് മോർ. ഏത് സോളിനോഡിലാണ് കറണ്ട് കൂടുതൽ? What will be the change in deflection of the galvanometer if the magnet in B and C circuits get into the solenoid? അപ്പോൾ ഗാൽവനോമീറ്ററിൻ്റെ ഡിഫ്ലക്ഷനുമായി ബന്ധപ്പെട്ട് ബിയിലും സിയിലും ഗാൽവനോമീറ്റർ ഡിഫ്ലക്ഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്ത് വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ചോദ്യം ഫിഗർ നമുക്കൊന്നുകൂടെ കാണാം. ഇങ്ങനെയാണ് ഫിഗർ. നമുക്കറിയാം 3 സോളിനോഡുകൾ തന്നിരിക്കുന്നു. സോളിനോഡിനെ ഗാൽവനോമീറ്ററുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുണ്ട്. ബാർ മാഗ്നറ്റ് സോളിനോഡിന് അടുത്തേക്ക് കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ സോളിനോഡിൻ്റെ ഉള്ളിലേക്ക് ചലിപ്പിക്കുന്നു, പുറത്തേക്കും ചലിപ്പിക്കുന്നു. ഇതാണ് ചോദ്യം. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ ചോദ്യത്തിൽ, ഒന്നാമത്തെ ഫിഗറിൽ എയിൽ കൂടുതൽ നമ്പർ ഓഫ് ടേൺസ് ഉള്ള ചുറ്റുകളുള്ളതുകൊണ്ട് തീർച്ചയായിട്ടും EMF കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുക എയിലായിരിക്കും. ബിയിലും സിയിലും മാഗ്നറ്റിൻ്റെ ധ്രുവത അല്ലെങ്കിൽ ധ്രുവങ്ങൾ വ്യത്യാസമുള്ള അല്ലെങ്കിൽ ഓപ്പോസിറ്റ് പോൾസ് ആണ് ഈ ചുറ്റുകളുടെ അടുത്തേക്ക് കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ അകത്തേക്ക് പ്രവേശിപ്പിക്കുന്നത്. അതുകൊണ്ട് ഗാൽവനോമീറ്റർ സൂചിയുടെ വ്യതിയാനം അത് ഡിഫ്ലക്ഷൻ ഓപ്പോസിറ്റ് ഡിറക്ഷനിലായിരിക്കും. അടുത്ത ചോദ്യം, an armature coil of an AC generator when moved in the magnetic field induced current is produced. ഒരു ആർമേച്ചർ കോയിൽ, AC ജനറേറ്ററിലുള്ള ആർമേച്ചർ കോയിൽ മാഗ്നറ്റിക് ഫീൽഡിൽ തിരിയുമ്പോൾ EMF പ്രൊഡ്യൂസ് ചെയ്യുന്നു. വിച്ച് ഇസ് ദ ലോ ദാറ്റ് ഹെൽപ്സ് ടു ഫൈൻഡ് ദ ഡയറക്ഷൻ ഓഫ് ദ കറണ്ട്? ആസ് പെർ ദ ലോ വാട്ട് ഡസ് ദ ഫോഴ്സ് ഫിംഗർ റെപ്രസെൻറ്റ്? അപ്പോൾ അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട് ഏത് ലോ ആണ് നമുക്ക് ഇതിൻ്റെ ഡയറക്ഷനുമായി ബന്ധപ്പെട്ട് പറയാൻ സാധിക്കും? അതായത് EMF ഉണ്ടാവുന്ന അല്ലെങ്കിൽ കറണ്ട് ഉണ്ടാവുന്ന ദിശയുമായി ബന്ധപ്പെട്ട് ഏത് നിയമം നമുക്ക് പ്രസ്താവിക്കാൻ സാധിക്കും? അങ്ങനെയാണെങ്കിൽ ആ നിയമത്തിൽ ഫോർ ഫിംഗർ എന്ന് പറയുന്നത്, ചൂണ്ടുവിരൽ എന്ന് പറയുന്നത് എന്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു? ഫ്ലെമിങ്ങിൻ്റെ റൈറ്റ് ഹാൻഡ് റൂളാണ് ഇതിനു വേണ്ടി നമ്മൾ എടുക്കുന്നത്. ചൂണ്ടുവിരൽ എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡിനെ സൂചിപ്പിക്കുന്നു, അതായത് കാന്തിക ബലരേഖകൾ അല്ലെങ്കിൽ കാന്തിക ഫ്ലക്സ് അതിൻ്റെ ദിശയെ സൂചിപ്പിക്കുന്നു. അടുത്ത ചോദ്യം, whenever change occurs to the magnetic flux connected to a closed circuit, a current is induced. അപ്പോൾ ഒരു ക്ലോസ്ഡ് സർക്യൂട്ടിലുള്ള മാഗ്നറ്റിക് ഫ്ലക്സ്, ഒരു സർക്യൂട്ടുമായി ബന്ധപ്പെട്ട മാഗ്നറ്റിക് ഫ്ലക്സ് വ്യതിയാനം സംഭവിക്കുമ്പോൾ, whenever change occurs to magnetic flux connected to a closed circuit, ഒരു ക്ലോസ് സർക്യൂട്ടുമായി ബന്ധപ്പെട്ട മാഗ്നറ്റിക് ഫ്ലക്സിന് വ്യതിയാനം സംഭവിക്കുമ്പോൾ അല്ലെങ്കിൽ ചേഞ്ച് ഉണ്ടാകുമ്പോൾ ഒരു കറണ്ട് ഇൻഡ്യൂസ് ചെയ്യുന്നു. വാട്ട് ഇസ് എ ഫിനോമിന നോൺ ആസ്? ഈ ഫിനോമിന ഏത് പേരിൽ അറിയപ്പെടുന്നു? നെയിം ആൻ ഇൻസ്ട്രുമെൻറ്റ് ദാറ്റ് വർക്ക്സ് ബേസ്ഡ് ഓൺ ദിസ് പ്രിൻസിപ്പിൾ. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ബേസിൽ വർക്ക് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഇൻസ്ട്രുമെൻ്റ്, ഉപകരണം പറയുക എന്നുള്ളതാണ്. ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ അല്ലെങ്കിൽ വൈദ്യുതകാന്തിക പ്രേരണമാണ് മുകളിൽ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് പ്രകാരം നമുക്ക് പറയാൻ പറ്റുന്ന ഫിനോമിന. വൈദ്യുതകാന്തിക പ്രേരണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ജനറേറ്റർ, മൂവിംഗ് കോയിൽ, മൈക്രോഫോൺ ഒക്കെ പ്രവർത്തിക്കുന്നത്. അടുത്ത ചോദ്യം, ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഓർ സ്റ്റേറ്റ്മെൻറ്റ്സ് ഫ്രം ദോസ് ഗിവൺ ബിലോ. താഴെ തന്നിരിക്കുന്നതിൽ ശരിയായവ കണ്ടെത്തുക എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്.
When a magnet is moved close to a solenoid, the magnetic flux linked with the solenoid will decrease. ഒരു മാഗ്നറ്റ് സോളിനോയിഡിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഫ്ലക്സ് ലിങ്ക് ചെയ്തിട്ടുള്ള ഫ്ലക്സ് സോളിനോയിഡുമായി ലിങ്ക് ചെയ്തിട്ടുള്ള ഫ്ലക്സ് കുറയുന്നു. ബി, when a magnet is moved close to solenoid, the magnetic flux linked with the solenoid will increase. ഫ്ലക്സ് ഇൻക്രീസ് ചെയ്യുന്നു. സോളിനോയിഡിൻ്റെ അടുത്തേക്ക് മാഗ്നറ്റ് കൊണ്ടുവരികയാണെങ്കിൽ ചേഞ്ച് ഇൻ ഫ്ലക്സ്, ലിങ്ക് ചെയ്തിട്ടുള്ള മാഗ്നറ്റിക് ഫ്ലക്സ്, രണ്ടാമത്തേൽ മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് എന്നാണ്, അത് തിരുത്തി വായിക്കേണ്ടതാണ്. അപ്പോൾ അത് കൂടുന്നു എന്നുള്ളതാണ് പറയുന്നത്. മൂന്നാമത്തേൽ റിമൈൻസ് സെയിം, മാറ്റമില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു സോളിനോയിഡിൻ്റെ അടുത്തേക്ക് മാഗ്നറ്റ് കൊണ്ടുവന്ന് മൂവ് ചെയ്യുകയാണെങ്കിൽ ഫ്ലക്സ്, ലിങ്ക് ചെയ്തിട്ടുള്ള ഫ്ലക്സ് എന്ന് പറയുന്നത് കുറയുന്നു എന്നുള്ളതാണ് എ, കൂടുന്നു എന്നുള്ളതാണ് ബി, മാറ്റമില്ല എന്ന് പറയുന്നതാണ് സി. നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ അല്ലെങ്കിൽ വൈദ്യുതകാന്തിക പ്രേരണത്വം അനുസരിച്ച് നമ്മൾ പഠിച്ചത് ഈ സോളിനോയിഡിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ മാഗ്നറ്റിക് ഫ്ലക്സ് ഈ ലിങ്ക് ചെയ്തിട്ടുള്ള സോളിനോയിഡിൻ്റെ ടേൺസുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മാഗ്നറ്റിക് ഫ്ലക്സിൽ ചേഞ്ച് വരുന്നത് കൊണ്ടാണ് എപ്പോഴും EMF പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് മൂവ് ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും ഡിക്രീസ് ചെയ്യല്ല, മാറ്റമില്ലാതെ തുടരുകയല്ല, തീർച്ചയായിട്ടും ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുക. ഗിവൺ ബിലോ ഈസ് ദ ഫിഗർ ഓഫ് എ ട്രാൻസ്ഫോമർ. ഒരു ട്രാൻസ്ഫോമറിൻ്റെ ചിത്രമാണ് തന്നിരിക്കുന്നത്. വാട്ട് കൈൻഡ് ഓഫ് ട്രാൻസ്ഫോമർ ഈസ് ഷോൺ ഹിയർ. ഇവിടെ ഒരു ട്രാൻസ്ഫോമറിൻ്റെ ചിത്രം ഉണ്ട്. നമുക്കറിയാം നമ്പർ ഓഫ് ടേൺസ് കോറിലുള്ള ടേൺസ്, നമ്പർ ഓഫ് ടേൺസ് നോക്കിയിട്ടാണ് നമ്മൾ രണ്ട് ടൈപ്പ് ട്രാൻസ്ഫോമർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറും അതേപോലെ സ്റ്റെപ്പ് ഡൗണും. ഇത് സ്റ്റെപ്പ് അപ്പ് ആണോ സ്റ്റെപ്പ് ഡൗൺ ആണോ എന്നുള്ളത് ഈ നമ്പർ ഓഫ് ടേൺസ് നോക്കിയിട്ടാണ് പറയാം. ഇവിടെ സെക്കൻഡറിയിൽ പ്രൈമറിയിൽ മാർക്ക് ചെയ്യുന്നുണ്ട്. പ്രൈമറിയിൽ ടേൺസ്, നമ്പർ ഓഫ് ടേൺസ് ചിത്രത്തിൽ കൂടുതലാണ്, സെക്കൻഡറിയിൽ നമ്പർ ഓഫ് ടേൺസ് കുറവാണ്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഇത് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറാണ്. വൈ തിക്ക് ഓയിൽ ഈസ് യൂസ്ഡ് ഇൻ ദ സെക്കൻഡറി ഓഫ് ദ ട്രാൻസ്ഫോമർ. അപ്പോൾ തിക്ക് ഓയിൽ യൂസ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ പ്രൈമറി കോയിലിൽ തിക്നെസ് കുറവാണ്, സെക്കൻഡറി കോയിലിൽ തിക്നെസ് കൂടുതലാണ്. ആ പ്രൈമറി കോയിലിൽ തിക്നെസ് കുറവായതുകൊണ്ട് അതിൻ്റെ റെസിസ്റ്റൻസ് കൂടുകയും കറണ്ട് കുറയുകയും ചെയ്യും. അതേപോലെ സെക്കൻഡറിയിൽ തിക്നെസ് കൂടുതലായതുകൊണ്ട് റെസിസ്റ്റൻസ് കുറയുകയും കറണ്ട് കൂടുകയും ചെയ്യും. അപ്പോൾ വോൾട്ടേജ് എന്ന് പറയുന്നത് നേരെ തിരിച്ചാണ്, കറണ്ടിന് നേരെ ഓപ്പോസിറ്റാണ് ഇവിടെ വോൾട്ടേജ് ഉണ്ടാവുന്നത്. അതായത് പ്രൈമറിയിൽ വോൾട്ടേജ് കൂടുതലും കറണ്ട് കുറവുമാണ്, സെക്കൻഡറിയിൽ വോൾട്ടേജ് കുറവും കറണ്ട് കൂടുതലുമാണ്. പവർ തുല്യമാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇതേപോലെ തിക്നെസ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അതായത് പവർ ലോസ് ഇല്ലാത്ത ട്രാൻസ്ഫോമറുകൾ എന്നാണ് പൊതുവെ ട്രാൻസ്ഫോമറുകൾ പറയുക. പവറിൽ മാറ്റം ഉണ്ടാവാതെ വോൾട്ടേജ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്ന ഉപകരണങ്ങളാണ്, മ്യൂച്വൽ ഇൻഡക്ഷൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഉപകരണങ്ങളാണ് ട്രാൻസ്ഫോമറുകൾ. അപ്പോൾ പവർ വ്യത്യാസം വരാൻ പാടില്ല. അതുകൊണ്ട് പവർ ഈക്വൽ ആക്കാൻ വേണ്ടി തിക്നെസ് അഡ്ജസ്റ്റ് ചെയ്തു എന്ന് പറയുന്നതാണ് സത്യം. അടുത്ത ചോദ്യം, ഫൈൻഡ് ഔട്ട് ദ ഓഡ് വൺ ആൻഡ് ജസ്റ്റിഫൈ യുവർ ആൻസർ. മൈക്രോഫോൺ, ലൗഡ് സ്പീക്കർ, ട്രാൻസ്ഫോമർ, ജനറേറ്റർ. ഇതിൽ കൂട്ടത്തിൽ പെടാത്ത ആളെ കണ്ടെത്തുക അല്ലെങ്കിൽ തിരിച്ചറിയുക, പിക്ക് ചെയ്യുക എന്നൊക്കെ ആണ് ചോദിച്ചിട്ടുള്ളത്. മൈക്രോഫോൺ ഉണ്ട്, ലൗഡ് സ്പീക്കർ ഉണ്ട്, ട്രാൻസ്ഫോമർ ഉണ്ട്, ജനറേറ്റർ ഉണ്ട്. ഇതിൽ ലൗഡ് സ്പീക്കറാണ് ഓഡ് വൺ എന്ന് പറയുന്നത്. കാരണം ബാക്കി മുഴുവൻ വൈദ്യുതകാന്തിക പ്രേരണം അല്ലെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നവയാണ്. അപ്പോൾ ലൗഡ് സ്പീക്കറാണ് കൂട്ടത്തിൽ പെടാത്ത ആൾ. ചോദ്യം, ഐഡൻറ്റിഫൈ ദ റിലേഷൻ ഇൻ ദ ഫസ്റ്റ് പെയർ ആൻഡ് കംപ്ലീറ്റ് ദ ഫോളോയിങ്. ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ, മൂവിംഗ് കോയിൽ, മൈക്രോഫോൺ. മ്യൂച്വൽ ഇൻഡക്ഷൻ ഡാഷ്. ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ് മൂവിംഗ് കോയിൽ, മൈക്രോഫോൺ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ മ്യൂച്വൽ ഇൻഡക്ഷൻ്റെ നമ്മൾ ട്രാൻസ്ഫോമർ മാത്രമേ പഠിച്ചിട്ടുള്ളൂ. അപ്പോൾ മ്യൂച്വൽ ഇൻഡക്ഷൻ ട്രാൻസ്ഫോമർ. അടുത്ത ചോദ്യം, ദ നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ പ്രൈമറി ഓഫ് എ ട്രാൻസ്ഫോമർ ഈസ് 2 times ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് സെക്കൻഡറി. പ്രൈമറി, ഒരു ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറി ചുറ്റുകളുടെ എണ്ണം എന്ന് പറയുന്നത് സെക്കൻഡറി ചുറ്റിനെ അപേക്ഷിച്ച് 2 മടങ്ങ് കൂടുതലാണ്. ഐഡൻറ്റിഫൈ ദ ടൈപ്പ് ഓഫ് ട്രാൻസ്ഫോമർ. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും പ്രൈമറി ചുറ്റിൻ്റെ എണ്ണം കൂടുതലും സെക്കൻഡറി ചുറ്റിൻ്റെ എണ്ണം കുറവുമാണെങ്കിൽ അത് തീർച്ചയായിട്ടും സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആയിരിക്കും. ഇഫ് 50 വോൾട്ട് ഈസ് ഗിവൺ ടു ദ പ്രൈമറി, 1 വിൽ ബി ദ വോൾട്ടേജ് ഒബ്റ്റെയിൻഡ് ഇൻ സെക്കൻഡറി. അപ്പോൾ ട്രാൻസ്ഫോമർ സമവാക്യം നമ്മളിവിടെ ഉപയോഗിക്കാൻ പോവുകയാണ്. അതേപോലെ തന്നെ ദ കറണ്ട് ഇൻ ദ പ്രൈമറി ഈസ് 4 ആംപെയർ, സെക്കൻഡറി ഡാഷ്.
പ്രൈമറിയിലെ കറണ്ട് തന്നിട്ടുണ്ട്, സെക്കൻഡറിയിലെ കണ്ടുപിടിക്കാൻ വേണ്ടി പറയുന്നു. നമുക്ക് ചെയ്തു നോക്കാം. അപ്പോൾ ഇവിടെ എൻ ബി ഈസ് 2 times ഗ്രേറ്റർ ദാൻ എൻ എസ്. എൻ ബി എന്ന് പറയുന്നത് എൻ എസിനേക്കാൾ 2 മടങ്ങ് കൂടുതലാണ്. വി പി നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 50 വോൾട്ട്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള സമവാക്യം ഇക്വേഷൻ വി എസ് ബൈ വി പി ഈസ് ഈക്വൽ ടു എൻ എസ് ബൈ എൻ ബി. അപ്പോൾ വി എസ് ബൈ വി പി ഈസ് ഈക്വൽ ടു എൻ ബിയും എൻ എസും തമ്മിലുള്ള റേഷ്യോ ആണ് നമുക്ക് തന്നിട്ടുള്ളത്. എൻ ബി എന്ന് പറയുന്നത് എൻ എസിനേക്കാൾ 2 മടങ്ങ് കൂടുതലാണ്. അപ്പോൾ എൻ എസ് ബൈ എൻ ബി എന്ന് പറയുകയാണെങ്കിൽ 1/2 ആണ്. എൻ എസ് എൻ ബി തമ്മിലുള്ള റേഷ്യോ എൻ എസിനേക്കാൾ 2 times ആണ് എൻ ബി കൂടുതൽ എന്നാണ് തന്നിട്ടുള്ളത്. അപ്പോൾ 1/2. അപ്പോൾ വി എസ് ബൈ വി പി ഈസ് ഈക്വൽ ടു 1/2 എന്ന് കിട്ടും. അതിൽ നിന്ന് നമുക്ക് വി എസ് ആണ് കാണേണ്ടത്. വി എസ് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു വി പി, ഓർ വി പി ബൈ 2 ഈസ് ഈക്വൽ ടു 50/2 ഈസ് ഈക്വൽ ടു 25 വോൾട്ട് നമുക്ക് കിട്ടും. അടുത്തത് സെക്കൻഡറി കറണ്ട് കാണാൻ വേണ്ടിയാണ്, ഐ എസ് കാണാൻ വേണ്ടി. നമ്മുടെ ഇക്വേഷൻ വി പി ഇൻറ്റു ഐ പി ഈസ് ഈക്വൽ ടു വി എസ് ഇൻറ്റു ഐ എസ്. പവർ ഇക്വേഷനാണ്. പ്രൈമറി പവർ ഈസ് ഈക്വൽ ടു സെക്കൻഡറി പവർ. നമ്മൾ മുമ്പ് പറഞ്ഞു ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറി ടേൺസും ചുറ്റുകളുടെ എണ്ണവും അതേപോലെ തിക്നെസ്സും തമ്മിലുള്ള റിലേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചുറ്റുകളുടെ എണ്ണം കൂടിയപ്പോൾ തിക്നെസ് കുറഞ്ഞു, ചുറ്റുകളുടെ എണ്ണം കുറച്ചപ്പോൾ തിക്നെസ് കൂടി, പവർ ഈക്വൽ ആക്കാൻ വേണ്ടി. അപ്പോൾ അങ്ങനെ നമുക്ക് ഇക്വേഷൻ, പവറിൻ്റെ ഇക്വേഷൻ നമുക്കുള്ളത് വി ഐ ആണ്. അത് ജൂൾസ് ലോ മുഖേന നമ്മൾ പഠിച്ചിട്ടുണ്ട്. പവറിൻ്റെ സമവാക്യം ഐ വി ടി ഡിവൈഡ് ബൈ ടി ഇസ് ഈക്വൽ ടു ഐ വി, പവർ ഇസ് ഈക്വൽ ടു ഐ വി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ സമവാക്യം ഇവിടെ നമ്മൾ പ്രൈമറി പവറും സെക്കൻഡറി പവറും ഈക്വലാണ് എന്നുള്ള രൂപത്തിൽ എടുക്കുന്നു. അപ്പോൾ വി പി ഇൻറ്റു ഐ പി ഇസ് ഈക്വൽ ടു വി എസ് ഇൻറ്റു ഐ എസ്. ദെൻ വി പി നമുക്ക് തന്നിട്ടുണ്ട് 50 വോൾട്ടാണ്. 50 ഇൻറ്റു ഐ പി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 4 ആംപിയറാണ്. 50 ഇൻറ്റു 4 ഇസ് ഈക്വൽ ടു 25 നമുക്ക് ബി പാർട്ടിൽ ചെയ്തപ്പോൾ കിട്ടി. 25 ആണ് വി എസ്. 25 ഇൻറ്റു ഐ എസ്. സോ ഐ എസ് ഈസ് ഈക്വൽ ടു 50 ഇൻറ്റു 4 200 ഡിവൈഡ് ബൈ 25 ഈസ് ഈക്വൽ ടു 8 ആംപിയർ. 8 ആംപിയർ ആണ് സെക്കൻഡറി കറണ്ട്. അടുത്ത ചോദ്യം, ഫൈൻഡ് ഔട്ട് ദ റിലേഷൻ ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ബന്ധം കണ്ടെത്തി പൂരിപ്പിക്കാൻ വേണ്ടിയാണ്. ജനറേറ്റർ, ആർമേച്ചർ, ഇൻഡ്യൂസ്ഡ് ഇ എം എഫ്. മൂവിംഗ് കോയിൽ, മൈക്രോഫോൺ, ഡാഷ്, ഇൻഡ്യൂസ്ഡ് ഇ എം എഫ്. അപ്പോൾ ജനറേറ്ററിൽ ആർമേച്ചർ ആണ് ഇ എം എഫ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ മൂവിംഗ് കോയിൽ മൈക്രോഫോണിൽ ഏത് ഭാഗമാണ് ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യുന്നത്? വോയിസ് കോയിലാണ് ആൻസർ. അടുത്ത ചോദ്യം, സെലക്ട് ആൻഡ് റൈറ്റ് ഡൗൺ ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് റിഗാർഡിംഗ് എ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ഫ്രം ദോസ് ഗിവൺ ബിലോ. താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറുമായി ബന്ധപ്പെട്ട് ശരിയായവ തിരഞ്ഞെടുത്ത് എഴുതുക. എ, കറണ്ട് ഈസ് സെയിം ഇൻ പ്രൈമറി ആൻഡ് സെക്കൻഡറി. പ്രൈമറിയിലും സെക്കൻഡറിയിലും കറണ്ട് ഈക്വൽ ആണ് എന്നാണ് പറയുന്നത്. നമുക്ക് ഉള്ള സമവാക്യം വി എസ് ഇൻറ്റു ഐ എസ് ഈസ് ഈക്വൽ ടു വി പി ഇൻറ്റു ഐ പി എന്ന് പറയുന്ന സമവാക്യത്തിൽ രണ്ടിലും പവർ ഈക്വൽ ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ പവർ ഈക്വൽ ആയതുകൊണ്ട് കറണ്ട് രണ്ടിലും സെയിം ആണെങ്കിൽ വോൾട്ടേജും സെയിം ആവും. അതായത് വി എസ് ഇൻറ്റു ഐ എസ് ഈസ് ഈക്വൽ ടു വി പി ഇൻറ്റു ഐ പി ആണ്. അപ്പോൾ രണ്ട് ഭാഗത്തും കറണ്ട് സെയിം ആണെങ്കിൽ, ഇപ്പോൾ എക്സാമ്പിൾ 2 ആംപിയർ ആണെങ്കിൽ, രണ്ട് ഭാഗത്തും 2 ആംപിയർ ആണെങ്കിൽ ഇക്വേഷൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും ഒരേപോലെ ആൻസർ, ഒരേ വാല്യൂ കിട്ടണമെന്നുണ്ടെങ്കിൽ വോൾട്ടേജും സെയിം ആവും. അപ്പോൾ അതുകൊണ്ട് സ്റ്റേറ്റ്മെൻറ്റ് എ എന്ന് പറയുന്നത് കറക്റ്റ് അല്ല, അത് റോങ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ബി, പവർ ഈസ് സെയിം ഇൻ പ്രൈമറി ആൻഡ് സെക്കൻഡറി. ശരിയാണ്. സി, ആസ് കമ്പയർഡ് ടു സെക്കൻഡറി കോയിൽ സെക്കൻഡറി കോയിൽ കറണ്ട് പ്രൈമറി കോയിൽ കറണ്ട് ഈസ് ലെസ്. അപ്പോൾ സെക്കൻഡറി കോയിൽ കറണ്ടുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പ്രൈമറി കോയിൽ കറണ്ട് കുറവാണ്, പ്രൈമറിയിൽ കറണ്ട് കുറവാണ് എന്നാണ് പറയുന്നത്. അങ്ങനെ പ്രൈമറിയിൽ കറണ്ട് കുറവാണെങ്കിൽ വോൾട്ടേജ് കൂടും അവിടെ. അപ്പോൾ സെക്കൻഡറിയിൽ കറണ്ട് കൂടുതലാണ് എന്ന് പറയുന്നു. സെക്കൻഡറിയിൽ കറണ്ട് കൂടുതലാണെങ്കിൽ വോൾട്ടേജ് കുറയും. അപ്പോൾ സെക്കൻഡറി കറണ്ട് കുറയുകയാണെങ്കിൽ വോൾട്ടേജ് കൂടണം, സെക്കൻഡറിയിൽ കറണ്ട് കൂടുകയാണെങ്കിൽ വോൾട്ടേജ് കുറയണം. ഇവിടെ സെക്കൻഡറിയിൽ കമ്പയർഡ് ടു സെക്കൻഡറി പ്രൈമറി കറണ്ട് ഈസ് ലെസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ പ്രൈമറിയിലാണ് കറണ്ട് കുറവ്, സെക്കൻഡറിയിൽ കറണ്ട് കൂടുതൽ. അപ്പോൾ സെക്കൻഡറി കറണ്ട് കൂടുതൽ എന്ന് പറയുമ്പോൾ വോൾട്ടേജ് കുറവ്. അപ്പോൾ വോൾട്ടേജ് നോക്കിയിട്ടാണ് നമ്മൾ സ്റ്റെപ്പ് അപ്പ് ആണോ സ്റ്റെപ്പ് ഡൗൺ ആണോ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സെക്കൻഡറിയിൽ വോൾട്ടേജ് കുറഞ്ഞാൽ സ്റ്റെപ്പ് ഡൗണും സെക്കൻഡറിയിൽ വോൾട്ടേജ് കൂടിയാൽ സ്റ്റെപ്പ് അപ്പുമാണ്. അപ്പോൾ ഇവിടെ
കറണ്ട് കൂടുതലാണെങ്കിൽ തീർച്ചയായിട്ടും വോൾട്ടേജ് കുറവാണ്. വോൾട്ടേജ് കുറഞ്ഞാൽ സ്റ്റെപ്പ് ഡൗൺ ആണ്. അപ്പോൾ അതും ശരിയാണ്. കറണ്ട് ഇൻ സെക്കൻഡറി ഈസ് ലെസ് ദാൻ ദാറ്റ് ഇൻ ദ പ്രൈമറി. സെക്കൻഡറിയിൽ കറണ്ട് കുറവാണ്. കറണ്ട് കുറവാണെങ്കിൽ വോൾട്ടേജ് കൂടണം, അത് സ്റ്റെപ്പ് അപ്പ് ആവണം. അപ്പോൾ അത് തെറ്റാണ്. അപ്പോൾ ഇവിടെ ബിയും സിയുമാണ് ശരിയായ ആൻസറുകൾ. ഒരു ട്രാൻസ്ഫോമറിൻ്റെ ചിത്രം തന്നിരിക്കുന്നു. ചോദ്യങ്ങൾ തരാം. ചോദ്യങ്ങൾ തന്ന ശേഷം നിങ്ങൾ ഇതിൻ്റെ ഉത്തരം സ്വന്തമായിട്ട് ചെയ്തു നോക്കുക. ഇതിന് തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞ ചോദ്യത്തിൻ്റെ അതേപോലെ തന്നെയാണ് ചോദ്യം വരുന്നത്. അപ്പോൾ അത് ഒന്ന് സ്വന്തമായിട്ട് ചെയ്തു നോക്കുക. ചോദ്യം, ചിത്രത്തിൽ 10,000 ടേൺസ്, നമ്പർ ഓഫ് ടേൺസ് എ എന്ന് പറയുന്ന ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. ബി എന്ന് പറയുന്ന ഭാഗത്ത് 5,000 ടേൺസ്, 5000 ചുറ്റുകൾ ബിയിലും 10,000 ചുറ്റുകൾ എയിലും. അങ്ങനെയാണ് ഒരു ട്രാൻസ്ഫോമറിൻ്റെ ചിത്രം കാണിച്ചിട്ടുള്ളത്. ചോദ്യം എങ്ങനെയാണ്? വിച്ച് ഇൻസ്ട്രുമെൻറ്റ് ഈസ് ഷോൺ എബോവ്? ട്രാൻസ്ഫോമർ. വാട്ട് ഈസ് എ വർക്കിംഗ് പ്രിൻസിപ്പിൾ? മ്യൂച്വൽ ഇൻഡക്ഷൻ. വെൻ 100 volt AC is applied at A, the current was 2 ampere. Calculate the voltage and current received at B. എ എന്ന് പറയുന്ന ഭാഗത്ത് 100 വോൾട്ട് നമ്മൾ സപ്ലൈ കൊടുക്കുന്നു. അപ്പോൾ എ പ്രൈമറി ആയിട്ട് നമുക്ക് കണക്കാക്കാം. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ആ ഭാഗത്തുള്ള കറണ്ട് എന്ന് പറയുന്നത് 2 ആംപെയറാണ്, 2 ആംപെയറാണ്. അങ്ങനെയാണെങ്കിൽ ബിയിലെ വോൾട്ടേജും കറണ്ടും കണ്ടെത്തുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ചെയ്ത ശേഷം ആൻസർ ഇവിടെ കൊടുക്കുന്നുണ്ട്. അത് ശരിയാണോ എന്ന് പരിശോധിക്കുക. അടുത്ത ചോദ്യം, ഒബ്സർവ് ദ ഫിഗർ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ബിലോ. ഒരു ബൾബ് 6 വോൾട്ട് ബാറ്ററിയുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. സർക്യൂട്ടിൽ തന്നെ ഒരു കോയിൽ നമുക്ക് കാണാം. അതേപോലെ തന്നെ ഒരു സ്വിച്ചും ഉണ്ട്. സർക്യൂട്ടിനെ നിയന്ത്രിക്കാൻ വേണ്ടി ഒരു സ്വിച്ചും ഉണ്ട്. ക്വസ്റ്റ്യൻ എ, ഇഫ് 6 വോൾട്ട് എ സി ഈസ് യൂസ് ഇൻസ്റ്റെഡ് ഓഫ് ഡി സി ഇൻ ദി സർക്യൂട്ട്, ദെൻ brightness of the bulb decreases. Name the phenomena that causes the decrease of brightness. 6 വോൾട്ട് ഡി സി മാറ്റിയ ശേഷം നമ്മളവിടെ എ സി ആക്കി മാറ്റിക്കഴിഞ്ഞാൽ, സർക്യൂട്ടിൽ മാറ്റം വരുത്തിയാൽ ബൾബിൻ്റെ തീവ്രത, പ്രകാശ തീവ്രതയിൽ എന്ത് മാറ്റം ഉണ്ടാവുന്നു എന്നുള്ളതാണ് ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, വാട്ട് ചേഞ്ച് മേ ഒക്കർ ഇഫ് എ സോഫ്റ്റ്വെയർ കോർ ഈസ് ഇൻസേർട്ടഡ് ടു ദ കോയിൽ. വീണ്ടും നമ്മൾ ഒരു സോഫ്റ്റ്വെയർ കോർ ഈ കോയിലിലേക്ക് ഇൻസേർട്ട് ചെയ്താൽ എന്ത് സംഭവിക്കും? അപ്പോൾ തീർച്ചയായിട്ടും 6 വോൾട്ട് ഡി സി മാറ്റി എ സി ആക്കി കഴിഞ്ഞാൽ ബ്രൈറ്റ്നസ് കുറയും. കാരണം എ സി ആക്കി കഴിയുമ്പോൾ ആൾട്ടർനേറ്റ് കറണ്ടാണ്. കറണ്ടിൻ്റെ ഡിറക്ഷൻ മാറുന്നതുകൊണ്ട് കോയിലിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡിറക്ഷൻ മാറും, അല്ലെങ്കിൽ ഫ്ലക്സിൻ്റെ ഡിറക്ഷൻ മാറും. അപ്പോൾ അങ്ങനെ ഫ്ലക്സ് ഡിറക്ഷൻ മാറുന്നതുകൊണ്ട് ആ ഫ്ലക്സ് ഡിറക്ഷൻ മാറുന്ന ഫ്ലക്സിൻ്റെ അല്ലെങ്കിൽ മാറുന്ന കാന്തിക മണ്ഡലത്തിൻ്റെ ഉള്ളിലാണ് ഈ കോയിൽ അപ്പോഴുണ്ടാവുക. ഒന്നും കൂടെ പറയാം, 6 വോൾട്ട് ഡി സി മാറ്റിയ ശേഷം നമ്മൾ 6 വോൾട്ട് എ സി ആക്കി മാറ്റുന്നു. എ സി ആക്കി മാറ്റിക്കഴിഞ്ഞാൽ വൈദ്യുതി കടന്നു പോകുമ്പോൾ, ഒരു കോയിലിലൂടെ കടന്നു പോകുമ്പോൾ അതിന് ചുറ്റും കാന്തിക മണ്ഡലം രൂപപ്പെടും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 6 വോൾട്ട് ഡി സി ആകുമ്പോൾ രൂപപ്പെടുന്ന കാന്തിക മണ്ഡലം അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫ്ലക്സ്, കാന്തിക ഫ്ലക്സ് എന്ന് പറയുന്നത് എപ്പോഴും ഒരേ ദിശയിലുള്ളതായിരിക്കും. കാരണം വൈദ്യുതിയുടെ ദിശയ്ക്കനുസരിച്ചാണ് അവിടെ ഫ്ലക്സ് രൂപപ്പെടുക, അല്ലെങ്കിൽ ഫ്ലക്സിൻ്റെ ഡിറക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ 6 വോൾട്ട് ഡി സി ആണെങ്കിൽ എപ്പോഴും രൂപപ്പെടുന്ന ഫ്ലക്സ് ഒരേ ദിശയിലായിരിക്കും. ഇനി അത് മാറ്റി നമ്മൾ ആൾട്ടർനേറ്റ് കറണ്ടാക്കി മാറ്റുകയാണെങ്കിൽ, ഡി സി മാറ്റിയിട്ട് എ സി ആക്കി മാറ്റിക്കഴിഞ്ഞാൽ എ സി അങ്ങോട്ടും ഇങ്ങോട്ടും കറണ്ടിൻ്റെ ദിശ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ അതേപോലെ തന്നെ ഈ കോയിലിന് ചുറ്റും രൂപപ്പെടുന്ന കാന്തിക ഫ്ലക്സിൻ്റെ ഡിറക്ഷനും ദിശയും അതേപോലെ എ സിയുടെ ദിശ മാറുന്നതനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ മാറുകയാണെങ്കിൽ ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് ദ കണ്ടക്ടർ ഓർ കോയിൽ ചേഞ്ചസ്, ദെൻ ആൻ EMF ഈസ് ഇൻഡ്യൂസ്ഡ് ഇൻ ദ കോയിൽ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മാറുന്ന ഫ്ലക്സിൻ്റെ ഉള്ളിലുള്ള ഈ കോയിലിൽ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യും. അങ്ങനെ ഈ ഇൻഡ്യൂസ് ചെയ്യുന്ന EMFൻ്റെ ഡിറക്ഷൻ എന്ന് പറയുന്നത് കൊടുക്കുന്ന കറണ്ടിൻ്റെ ഡിറക്ഷന് ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പോൾ ഓപ്പോസിറ്റ് ആകുമ്പോൾ ഒരു ക്യാൻസലേഷൻ പ്രോസസ്സ് അവിടെ നടക്കും. അപ്പോൾ അങ്ങനെ നടക്കുമ്പോൾ
ബൾബിൻ്റെ ടെർമിനലിൽ അപ്ലൈ ചെയ്തിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നതിൽ കുറവ് സംഭവിക്കും. അങ്ങനെ ബ്രൈറ്റ്നെസ് കുറയുകയാണ് ചെയ്യുക. അപ്പോൾ ഇതിനെ നമ്മൾ ഈ ഫിനോമിന നമ്മൾ സെൽഫ് ഇൻഡക്ഷൻ എന്നാണ് പറയാം. വീണ്ടും ഒരു സോഫ്റ്റ് ആൻഡ് കോറും കൂടെ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും മാഗ്നറ്റിക് പവർ അല്ലെങ്കിൽ മാഗ്നറ്റിൻ്റെ സ്ട്രെങ്ത്, ഫ്ലക്സിൻ്റെ സ്ട്രെങ്ത് കൂടുകയാണ് ചെയ്യുക. അപ്പോൾ ഫ്ലക്സ് സ്ട്രെങ്ത് കൂടുമ്പോൾ വീണ്ടും ഇൻഡ്യൂസ്ഡ് ഇ എം എഫിൻ്റെ എമൗണ്ട് ഓഫ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് അത് വീണ്ടും ഇൻക്രീസ് ചെയ്യും. വീണ്ടും എഫക്റ്റീവ് വോൾട്ടേജ് കുറയും, സഫല വോൾട്ടത കുറയുന്നു. അങ്ങനെ കുറയുമ്പോൾ വീണ്ടും ബൾബിൻ്റെ ബ്രൈറ്റ്നസ് കുറയുന്നു.